തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ ഒരേ സമയം 10-ലേറെ കേന്ദ്രങ്ങളിൽ ഇഡി നടത്തിയ റെയ്ഡ് കേസിനെ ക്ലൈമാക്സിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെ CMRL മാനേജ്മെന്റുമായും എക്സാലോജിക്കുമായും ബന്ധമുള്ള വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലെ 18 കോടിയോളം രൂപ ഇഡി മരവിപ്പിച്ചു എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചതിന് തൊട്ടു പിന്നാലെ ഇഡി നടത്തിയ ഈ കടുപ്പമേറിയ നീക്കങ്ങൾ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് വഴിവെച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നിയമവിദഗ്ധരുമായി പിണറായി ആലോചനയിലാണ്. അറസ്റ്റ് ഒഴിവാക്കുകയാണ് ലക്ഷ്യം. CMRL നിന്ന് സേവനങ്ങളൊന്നും നൽകാതെ 1.72 കോടി രൂപ കൈപ്പറ്റിയെന്ന ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലാണ് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ ആദ്യഘട്ട ചോദ്യം ചെയ്യലുകളിൽ വീണ നൽകിയ പല മൊഴികളും ഇഡി ശേഖരിച്ച ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുമായി ഒത്തുപോകുന്നില്ലെന്നാണ് വിവരം. ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയിൽ നിന്നും 50 ലക്ഷം രൂപ എക്സാലോജിക്കിലേക്ക് വായ്പയായി എത്തിയതിന്റെ രേഖകളും ഇഡി കണ്ടെടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ഈ ഇടപാടിന്റെ സുതാര്യത എന്നതിലും വീണയ്ക്ക് വ്യക്തത നൽകാൻ സാധിച്ചിട്ടില്ല. റെയ്ഡിൽ കൈക്കലാക്കിയ പുതിയ രേഖകൾ മുൻനിർത്തി കൊച്ചി ഓഫീസിൽ വെച്ചാകും അടുത്ത റൗണ്ട് അംഗം. റെയ്ഡിന് പിന്നാലെ CPM സംസ്ഥാനത്തുടനീളം കടുത്ത പ്രതിരോധമാണ് തീർക്കുന്നത്. തിരുവനന്തപുരത്ത് റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടാവുകയും ചില്ലുകൾ തകർക്കപ്പെടുകയും ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ നേരിട്ടാണ് പ്രതിഷേധത്തിന് തെരുവിൽ നേതൃത്വം നൽകിയത്. സംസ്ഥാനത്ത് UDF സർക്കാരാണെങ്കിലും ക്രമസമാധാന തകർച്ച ചൂണ്ടിക്കാണിച്ച് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടങ്ങളിൽ CRPF പോലെയുള്ള കേന്ദ്ര സേനകളുടെ സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാനാണ് ഇഡിയുടെ നീക്കം. കഴിഞ്ഞ 15 വർഷത്തിനിടെ CMRL കമ്പനി 182 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ എഴുതിയുണ്ടാക്കി കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് ഇഡിയുടെ പ്രധാന കണ്ടെത്തൽ. ഇതിന്റെ ഒരു വലിയ പങ്ക് എക്സാലോജിക്കിന്റെ അക്കൗണ്ടുകളിലേക്ക് വഴിമാറിയെന്നാണ് കേന്ദ്ര ഏജൻസി സംശയിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 18 കോടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നൽകിയ കോർപ്പറേറ്റ് തട്ടിപ്പ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമാണ് ഇഡി കേസ് ഡയറി ശക്തമാക്കിയത്. ചോദ്യം ചെയ്യലിൽ തൃപ്തികരമായ മറുപടികൾ ലഭിച്ചില്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇഡി കടക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കള്ളപ്പണ നിരോധന നിയമം പ്രകാരം പ്രതികൾക്ക് ജാമ്യം ലഭിക്കുക എന്നത് അതീവ ദുഷ്കരമാണ്. ഇത് കേവലം BJPയുടെ രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് CPM ആവർത്തിക്കുമ്പോഴും ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കള്ളപ്പണക്കേസിൽ ഇഡിക്ക് മുന്നിൽ നിൽക്കുന്നത് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൊച്ചിയിലെ ഇഡി ആസ്ഥാനം വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ വേദിയാകുമെന്ന് ഉറപ്പാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിന് പിന്നാലെ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ തലസ്ഥാനത്തുണ്ടായ ക്രൂരമായ അക്രമങ്ങളിൽ CBI അന്വേഷണത്തിനും വഴി തുറക്കുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്ന് കേരള പോലീസ് ഔദ്യോഗികമായി ഉറപ്പു നൽകിയ ശേഷമാണ് ഇഡി ഉദ്യോഗസ്ഥർ വസതിക്ക് പുറത്തേക്ക് വന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. പുറത്തെ സ്ഥിതിഗതികൾ ശാന്തമാണോ എന്ന് ഇഡി ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവർത്തിച്ച് ചോദിച്ചിരുന്നു. എന്നാൽ എല്ലാം സുരക്ഷിതമാണെന്ന് പോലീസ് മറുപടിയും നൽകിയിരുന്നു.